സുഹൃത്തുക്കളെ, എനിക്ക് വളരെ വിനയത്തോടും സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അടിവരയിട്ട് ഞാൻ നിങ്ങൾ പറയുന്നു, തിരുവനന്തപുരം ഹിന്ദു സമ്മേളനത്തിൽ ഹൈന്ദവ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ച എല്ലാ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ചു നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ ആശയപ്രചരണമായി കേരളത്തിലെമ്പാടും ഓടി നടന്ന് പ്രചരണം നടത്താനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരിക്കലും പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്താ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മൾ ഈ രാജ്യത്തൊരു കാര്യം നടക്കുന്നുണ്ട്, മുസ്ലിം തീവ്രവാദികളുടെ കടന്നുകയറ്റം. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. 40,000 പേര് പോപ്പുലേഷൻ ഉള്ളിടത്ത് 37,500 മുസ്ലിങ്ങളാണ്. അതിനിടയ്ക്ക് ജനിച്ച് വളർന്ന് ജീവിക്കുന്നവരാണ് പി സി ജോർജ്. എന്നെ ഇവരുടെ തീവ്രവാദത്തെ പറ്റി എന്ന് പറഞ്ഞാലും പഠിപ്പിക്കണ്ട. നല്ലവണ്ണം കണ്ടും കേട്ടും അറിഞ്ഞും ജീവിക്കുന്നവരാണ് ഞാൻ. ഈ അടുത്ത നാളിലാണല്ലോ വലിയ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ഇത്രയും വലിയൊരു തൂക്കിക്കൊലയ്ക്ക് ഞാൻ 17 പേരെ വിട്ട് തൂക്കാൻ വെച്ചു. ആ 17 പേരിൽ 3 പേര് മലയാളികളാണ്. ആ 3 മലയാളികളിൽ 2 പേരും എൻ്റെ അയൽവാസികളാണ്. നിങ്ങൾ അറിയണം. ഞാൻ വെറുതെ പറയുന്നതല്ല, മനസ്സിലായോ? അവിടുന്ന് കോളേജിൽ തൂക്കാൻ വിധിച്ചിരിക്കുന്ന മലയാളികൾ 3-ൽ 2 പേരും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അകലമില്ല അവർ താമസിക്കുന്നത്. അവരെ ഭീകരപ്രവർത്തനം നടത്തുന്നത് എനിക്കറിയാമായി. എന്തിനേറെ പറയുന്നു, തടിയൻ്റെ അവിടെ നസീർ ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അയാൾ പറഞ്ഞല്ലോ പി സി ജോർജിനെ പരിചയമുണ്ടെന്ന്. എങ്ങനെയാണ്? ഞാൻ നേരിട്ട് അയാളെ ഈരാറ്റുപേട്ടയിലെ പുത്തമ്പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. രാത്രി 1 മണിക്ക് വണ്ടി ഓടിച്ചു വരുമ്പോൾ MLA അല്ലേ അനാവശ്യമായ ആൾക്കൂട്ടം കൊണ്ട് വണ്ടി നിർത്തി. ഞാൻ ചാടി അറിയാം, എന്താ ഇവിടെ ഈ ഉറങ്ങാതിരിക്കുന്നതിന് കാരണം എന്താ? അപ്പൊ അയാൾ പറഞ്ഞു തബ്ലീഗ് സമ്മേളനം. ഓക്കെ, തബ്ലീഗ് സമ്മേളനം മുസ്ലിം സമൂഹത്തിന്റെ ഒരു സേവനത്തിന്റെ ഭാഗം. യാതൊരു മടിയില്ല, ഞാൻ തിരിച്ചു. അതിനെ വേണ്ടി വിളിച്ചാൽ വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ തബ്ലീഗ് സമ്മേളനം വന്നവർ വീണ്ടും മുടക്കണം. ഞാൻ വീണ്ടും ഇറങ്ങി, നിങ്ങളെന്താ ഇങ്ങനെ തബ്ലീഗിൽ വന്നിട്ട് പോകാറായി? ഓഫീസ് തുറപ്പിച്ചു. അതിനകത്ത് കയറി അവരെ വിളിച്ചിരുത്തി ഒരു 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. തീവ്രവാദ പ്രവർത്തനത്തിന്റെ അപകടം. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ. ഒരു കാരണവശാലും തീവ്രവാദമായി പോകരുത്. ഇവിടെ ലൗകികാതിനേക്കാളും അപകടമാണ് ഈ തീവ്രവാദം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം സ്നേഹത്തോടെ കേട്ട ആ തടിയുടെ നിസീബ് അവസാനം അകത്തായി ഇപ്പോൾ ജയിൽ കിടക്കുക. അയാൾ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പി സി ജോർജിനെ പരിചയമുണ്ട്, അത് അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പേട്ട വന്നു. അപ്പൊ ഞാൻ പറഞ്ഞുണ്ട്. തടിയുടെ നസീർ ചെയ്തെന്താ? കൂട്ടിക്കൽ വില്ലേജിലുള്ള അള്ളാപ്പാറ എന്ന് പറയുന്ന മേഖലയിൽ പോയി വെടിവെപ്പ് പഠിക്കുകയും അതോടൊപ്പം ബോംബുണ്ടാക്കാൻ പഠിക്കുകയും അടിതറ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വേറൊന്നും ചെയ്തില്ല, ആരും ഒത്തുരിച്ചില്ല. അവിടെ മുഴുവൻ ഒരു 10 സെന്റ് വെച്ച് ആധാരമില്ലാത്ത സ്ഥലമാണ്. ആധാരമില്ലാതെ 10 സെന്റ് വെച്ച് പാവങ്ങൾക്കെല്ലാം കൂടെ 10-40 വീട് അവിടെ വെച്ചു. അതോടുകൂടി അവിടുത്തെ തീവ്രവാദം അവസാനിപ്പിച്ചു. ഞാനല്ലാതെ സ്നേഹത്തോടുകൂടി തീവ്രവാദത്തെ നേരിടാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ എന്താ, ഹൈന്ദവ സഹോദരന്മാരുടെ യോഗത്തിൽ ഞാൻ സംസാരിച്ചത് ഉത്തമ ബോധ്യത്തോടുകൂടിയാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് 700 വർഷക്കാലം മുഗളന്മാർ മുസ്ലിങ്ങൾ ഭരിച്ചു രാജ്യം. ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത്? അങ്ങനെ 700 വർഷക്കാലം മുസ്ലിം രാജാക്കന്മാർ മാക്സിമം ശ്രമിച്ചിട്ടും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇവിടെ കിടക്കുന്ന കുറച്ച് തീവ്രവാദ മുസ്ലിങ്ങൾ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ഇറക്കിയിരിക്കുന്നത്. എനിക്കത് അറിയാനുള്ള വിവരമൊക്കെ ഉണ്ട്.
ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ തീവ്രവാദികൾ ഈ പ്രസ്താവമായി ഇറങ്ങിയിരിക്കുന്നത്. ഇതറിയാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഇതറിയാൻ കോൺഗ്രസിന്റെ പാർട്ടി തയ്യാറാകണം. അവരെല്ലാം ഇതിന് പിന്തുണ കൊടുക്കുക തീവ്രവാദത്തിന്. അതാണ് എനിക്ക് ദുഃഖം. എത്ര മോശമാണ്. നിങ്ങൾക്ക് അധികാരത്തിലിരിക്കുന്നതിന് ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുക്കണമോ? ഈ രാജ്യം നമ്മുടേതല്ലേ? ആ രാജ്യത്തെ ഒറ്റുകൊടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? 700 വർഷം മുസ്ലിം രാഷ്ട്രത്തലവന്മാർ, രാജ്യത്തലവന്മാർ, രാജാക്കന്മാർ മുഴുവൻ നോക്കിയിട്ടും ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ കഴിയാത്ത മഹത്തായ ഭാരതത്തെ ഈരാറ്റുപേട്ടയിലും മലപ്പുറത്തും എറണാകുളത്തും മട്ടാഞ്ചേരിയിലും ഒക്കെ കിടക്കുന്ന ഒരു ചെറിയ വിഭാഗം മാന്യന്മാരായ മുസ്ലിം സഹോദരങ്ങളല്ല, തീവ്രവാദ സ്വഭാവമുള്ള ഒരു പറ്റം ആളുകൾ ഇറങ്ങി തിരിച്ച് മുസ്ലിം രാഷ്ട്രമാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു മകയുടെ പ്രശ്നം സോഷ്യൽ മീഡിയയിലുണ്ട്. ഞങ്ങള് ലവ് ജിഹാദിലൂടെ 5000 പെണ്ണുങ്ങളെ, ഹിന്ദു ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ പിടിക്കും. അവരെ ഒരു കൊല്ലം കൊണ്ട് പ്രസവിപ്പിക്കും. 5000 മുസ്ലിം കുഞ്ഞുങ്ങളുണ്ടാവും. പ്രസംഗമാണ്. എന്നിട്ടോ അവരെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. ഞാൻ അന്വേഷിച്ചു. കാരണം എന്താ? എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള പല പെൺകുട്ടികളെയും ഈ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി അപകടകരമായ നിലയിലാക്കി അവർ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് പല 40ഓളം കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. എനിക്കിവിടെ പറയാൻ കഴിയും. ആ വീട്ടുപേര് പറഞ്ഞാൽ ആ വീട്ടുകാര് ആത്മഹത്യ. എന്റെ മുമ്പിലാണ് അവർ വന്ന് കരയുന്നത്. എന്റെ മകളെ ഇവൻ കൊണ്ടുപോയിരിക്കുന്നു. ആ കരച്ചിലും കൂടെ കണ്ട് വേദനിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് എതിർത്തിട്ട് കാര്യമില്ല. ആരെതിർത്താലും തന്റെ ഇടത്തോടുകൂടി തന്നെ ഞാൻ മുമ്പോട്ട് പോകും. ഒരു സംശയം. ഈ ഒരു ചെറിയ വിഭാഗം ഇറങ്ങി ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഈ കലാപം സൃഷ്ടിക്കുന്നത് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് പറയുന്നു. ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിധ്വംസക രാജ്യമായി മാറിയിരിക്കുന്ന ആ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോഴേ പത്രക്കാരൻ ചോദിക്കും, നിങ്ങൾ പാകിസ്ഥാനിൽ പോയോ? എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എല്ലാം നിങ്ങളോട് പറയണമെന്നേ പറ്റുമല്ലോ. എല്ലാം അറിയാം എന്നൊക്കെ നിർദ്ദേശിച്ചാൽ പറ്റുമോ? അതായത് ഇന്ത്യ ലോകത്തിന്റെ നെറുകിലേക്ക് കയറുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിന്റെ നെറുകിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഭാരതം ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ആ നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോ ഇവിടെ കലാപം സൃഷ്ടിക്കണം. ഈ രാജ്യത്തിന്റെ വളർച്ചയും ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തകർക്കണം. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ. അതിന് പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് മാത്രമല്ല, മറ്റു വിദേശ രാജ്യങ്ങൾ പലതിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഇവിടുത്തെ CPM കോൺഗ്രസ് നേതൃത്വം കേരളത്തിന് അപകടകരമാണ് എന്ന് പറയാൻ ഞാൻ മടിക്കുന്നു. ഞാൻ ഇവിടെ വേറൊന്നും പറഞ്ഞില്ല. ഹിന്ദുക്കളുടെ കണക്ക് പറഞ്ഞു. 1958 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് ഞാൻ പറഞ്ഞു 9% ഹിന്ദുക്കൾ കുറഞ്ഞിരിക്കും. ക്രിസ്ത്യാനിയുടെ കണക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു 14-20 11%. 58 11% ക്രിസ്ത്യാനി കുറഞ്ഞിരിക്കുന്നു. ഹിന്ദുക്കൾ 9% കുറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് വർഗീയതയല്ല. 14 ഉണ്ടായിരുന്ന മുസ്ലിം 32 ആയിരിക്കുന്നു. അത്രമാത്രം വളർച്ച ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ അഭിനന്ദിക്കണം. ഇവിടെ യുവാക്കളുടെ എണ്ണക്കുറവുണ്ട്. വരുന്ന തലമുറയിൽ, വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് തൊഴിലവസരങ്ങളിൽ തൊഴിൽ ചെയ്യാൻ ചെറുപ്പക്കാരുടെ ആവശ്യം വരുമ്പോൾ ഇല്ലാതാകും. മുസ്ലിം സമൂഹം ചെയ്യുന്നത് പോലെ നിങ്ങളും ഒരു 4 മക്കളെയെങ്കിലും സൃഷ്ടിക്കണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഭാഗമായി ആ മക്കളെ വളർത്തിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിൽ എവിടെ വർഗീയത?
എനിക്ക് മനസ്സിലായി. എവിടെ വർഗീയത? മുസ്ലിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവരെ പോലെ നിങ്ങളും പിള്ളേരെ ശിക്ഷിക്കണം. ഇവിടെ ക്രിസ്ത്യാനി ഒരു രംഗുണ്ടാവും, ആ പഴയ അമേരിക്കയിലേക്ക് വളരെ ശ്രമം വേണ്ടി കുത്തിയത് കറന്ന് കൂട്ടടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ആ പണി തുടങ്ങിയിരിക്കും. ഒരു കൊച്ചുണ്ടായാൽ, രണ്ട് പിള്ളേരുണ്ടായാൽ ഒന്നിനെ ഇംഗ്ലണ്ടിനും ഒന്നിനെ സൗദി അറേബ്യയിലായിരിക്കും ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുക. അത് പോരാ. ഇത് രാജ്യത്തിന്റെ ആവശ്യം, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമാണ്. വികസന മേഖലയിൽ നമുക്ക് ആളുകളുടെ ആവശ്യമുണ്ട്. അവിടെ നിങ്ങളും ഈ കാര്യത്തിൽ പങ്കാളിയാകണം എന്ന് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും പറഞ്ഞാൽ അത് പാപമാണ്. അതിങ്ങനെ വർഗീയതയാവും. ഇപ്പോഴും ഞാൻ പറയുന്നത് 2 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മാന്യന്മാരായ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഈ സമൂഹം നഷ്ടത്തിന്റെ കണക്ക് എഴുതി ചേർക്കേണ്ട ഗതികളുണ്ടാവും എന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയമില്ല. നമുക്ക് ഒന്നിച്ചു പോകണം. ഇത് ശരിയായില്ല. ഞാനിത് പറഞ്ഞത് കുഴപ്പമെന്നാണ് പറയുന്നത്. നമ്മുടെ ബഹുമാന്യ അധ്യക്ഷൻ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടെ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ഇതിനെ പീഡിപ്പിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്. എന്നാ തീരട്ടാരാണ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 8 വർഷത്തിന് മുമ്പ് ജസ്റ്റിസ് ശങ്കരൻ കേരള ഹൈക്കോടതി വെച്ച് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞത് ലവ് ജിഹാദാണ്, ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അങ്ങനെ ഇല്ലെന്നാണ്. എനിക്ക് ഒരു ചാനൽ ചർച്ച നടക്കുമ്പോൾ ഡോക്ടർ ഗഫൂർ, മകൻ ഗഫൂർ, അയാൾ പറയുന്ന കേട്ടപ്പോൾ കണ്ണു തള്ളിപ്പോയി. ഈ ഇത്രമാത്രം വിഷലിപ്തമായ വർഗീയവാദിയാണോ എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലായി. ഞാൻ പറയും, പക്ഷെ ഗഫൂർ, താൻ ഇത്രമാത്രം വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് എന്ന് അറിഞ്ഞൊരു സങ്കടമുണ്ട്. തനിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്ന സംഭവത്തോടെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിമായി എന്ത് വൃത്തികെടുപ്പ് ആരും ചോദിക്കാനില്ല. നമ്മുടെ ആസിഫ് അലി, നമ്മുടെ ഉമ്മൻചാണ്ടി നിയമിച്ച ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ആസിഫ് അലി, അയാള് എന്താ പറയുന്നത്? അയാള് ഹൈക്കോടതിയുടെ മുമ്പിൽ ഉള്ള ഒരു ത്രികോണമുണ്ട്. എല്ലാവരും ഞാനും അവിടെ പ്രസംഗിച്ചു. അവിടെ നിന്നുകൊണ്ട് അയാൾ എന്താ പറഞ്ഞത്? കത്തോലിക്ക മെത്രാന്മാർ മുഴുവൻ പിടിപിടുത്തക്കാരാണ്. ആണോ? അവർക്ക് അടി കൊടുക്കാൻ ക്രിസ്ത്യാനിയായിട്ടല്ലേ ക്ഷണിക്കുന്നത്? നിങ്ങളുടെ മൗലികമാരെ പോലെ പിള്ളേരെ ജനിപ്പിക്കുന്ന ജോലിയാണോ കത്തോലിക്ക അച്ഛന്മാർക്ക്? മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? ഇത് ആസിഫ് അലിയെ പോലെ ഒരു വക്കീലാണ് പറയുന്നത്. അവൻ ഇവിടെ മനസ്സിലാക്കാൻ കേരള ഹൈക്കോടതിയിൽ അയാള് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനായിട്ട് 5 കൊല്ലം സേവനം ചെയ്തവരാണ് UDFിന്റെ. അയാളാണ് ഇത് പറയുന്നത് വൃത്തികെട്ടവൻ. ഇവരെ പോലെ ഒരു വൃത്തികെട്ടവൻ. അവൻ പറയുന്നു ചാനൽ ചർച്ചയിൽ PCOനെ ജയിലുണ്ടാക്കി ഇടാ, കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ജയിലിട്ടായിരിക്കാൻ പേടില്ല. ഗാന്ധിജി കാണിച്ചതെന്ന് സമരം ചെയ്യാനാ പറഞ്ഞില്ല, ജയിലിൽ കിടക്കാനാ പറഞ്ഞില്ല. എനിക്കതൊന്നും പേടിയില്ല. ആസിഫ് അലിയെ പോലെ വിവരം കിട്ടവരൊക്കെ ഈ രീതി സംസാരിക്കുന്നത് നിയന്ത്രിക്കേണ്ട ചുമതല വക്കീലന്മാരുടെ അസോസിയേഷൻ ഉണ്ട് എന്നോട് പറയുന്നതാണ്. ഇവരൊക്കെ ആരെ വേറൊന്ന് എന്ത് പറയാൻ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച്. ഈയിടെ നമ്മുടെ ഒരു വാസി അൽ ഹക്കി, അത് കെവിപ്പിച്ചോണ്ട് അറിയാം ആളെ. അയാള് കഴിഞ്ഞ 26 ഡിസംബർ 26-ാം തീയതി അയാള് പ്രസംഗിക്കുകയാണ്. 23-ാം തീയതി ക്രിസ്തു പിഴച്ചു പറ്റവനാണ്. ഇവൻ എന്ത് മുസ്ലിമാണ്? ഇവന്റെ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്ന ആകെ ഒരു പെണ്ണിന്റെ പേര് മേലില്ല, മാതാവ്. അതായത് മാതാവ് പിഴച്ച പറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മുസ്ലിമാണ്. ഏടെ പറഞ്ഞ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പിഴച്ചു വെച്ചവന്റെ ആഘോഷമാണ്. അതിൽ ആരും പങ്കെടുക്കാൻ പാടില്ല. ഇവരെ നിശ്ചയിക്കുന്നു. ഒന്ന് ആലോചിച്ച്. നമ്മൾ ആരെങ്കിലും വഴക്കുണ്ടാക്കിയത്? പിണറായി വിജയന്റെ ഗവൺമെന്റും പോലീസും ഒരു കേസ് കൊടുക്കാത്ത എന്താ?
ക്രിസ്ത്യാനി പൊട്ടന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കേസില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ ക്രിസ്തു കാഴ്ചവെച്ചെന്ന് പറഞ്ഞ് 31-ാം തീയതി കേസ് വഹിച്ചിട്ടുണ്ട്. 1966-66-2021 കേസാണ്. ഇതുവരെയും ഇവനെ ഈ വാസികളെ ഒന്ന് ഫോണിൽ വിളിച്ച് താൻ എന്ത് പറഞ്ഞത് ചോദിക്കാൻ ഈ നാടുകെട്ട സർക്കാരിന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ ഈ സമുദായത്തിന്റെ കാര്യമൊന്നും പറഞ്ഞതിന് ഒരു രാത്രി പാതിരായ്ക്ക് 100 ചില്ലുവാനും പോലീസ് എന്റെ വീട് പറഞ്ഞിരിക്കുക. ആലോചിച്ചു, എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ചു. ഇവരെ പോലെ വർഗീയവാദികൾ അല്ലെങ്കിൽ ആസിഫലിയെ പോലെ വൃത്തികെട്ട വർഗീയത പറയുന്നവൻ അവരൊക്കെ എന്തും പറഞ്ഞുകൊണ്ട് റോഡുകൾ ഓടി നടക്കാം, ആരും ചോദിക്കാനില്ല. ഞാൻ വർഗീയത പറഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യം പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്ന ആരാ? ആ ഹൈന്ദവ സമൂഹമാണ് ഭാരതം, ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാനിലെ നേരവകാശികൾ ഹിന്ദുക്കളാണ്. ഈ ഇരിക്കുന്ന VC ജോർജും പറയുന്ന EC ജോർജും നിങ്ങളും ഹിന്ദുക്കളാണ്. ഈ ഹിന്ദു രാഷ്ട്രത്തിന്റെ വക്താക്കളാണ്. ഞങ്ങള് കുറച്ചുപേര് ക്രിസ്ത്യാനിയായി തോമാസിയാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാകേണ്ടവരാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ യാതൊരു സംശയം വേണ്ട. TBS നമ്മൾ തോമാസിനെ വന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? അതെ, ബോധമില്ലാതെ ഇവിടെ വർത്തമാനപ്പെടുന്നുണ്ട് ചരിത്രം പറയുന്നത്. അതായത് എത്രമാത്രം മേച്ചമാണ് ഇതിൻ്റെയൊക്കെ പോക്ക്. ഇവിടെ നമ്മുടെ മര്യാദ ഇവിടുന്ന് അറേബ്യൻ രാജ്യത്ത് നിന്ന് അറബികൾ ഇവിടെ വന്നപ്പോ ഭാര്യയില്ലാത്തതോടെ ഇവർ തിരിച്ചു പോകുന്നു പറഞ്ഞപ്പോ സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത മാന്യതയുള്ള സമൂഹമാണ് ഇന്ത്യയിൽ ഈ കേരളത്തിലുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നു. ആ നമ്മളെ അപമാനിച്ചുകൊണ്ട് വീട്ടുകാരൻ അവൾക്ക് മാറിക്കടയട അതിഥിയായിട്ട് വന്നാൽ കടന്നോട്ടെന്നും പറഞ്ഞ് ഭാര്യയുടെ മുറിയിലോട്ട് ചാടിക്കയറിയാൽ എങ്ങനെ ഒക്കുന്നത്? പറ്റുമോ? കാല് കെട്ടേണ്ടി വരും. മനസ്സിലായി? ഇത് പറയേണ്ടി വന്ന ദുഃഖമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വാസി ഹക്കീമിന്റെ കേസ് എന്തായി എന്നൊക്കെ ഉടനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആസിഫ് അലിയുടെ ഓക്കെ കൊണ്ടൊന്ന് നോക്കേണ്ടി വരും. യാതൊരു സംശയം. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. എന്റെ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനോ ഒരു കാര്യം പറയാനോ. ഏതായാലും ഇന്നലെ ഇന്നുമായിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തിരുവനന്തപുരത്ത് വിളിച്ചിരുന്ന് ചർച്ചയാണ്. എങ്ങനെ VC പിടിച്ചകത്തുക എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഞാൻ ഒരു പോക്സോ കേസിലും പ്രതിയല്ല. CPM എത്ര നേതാക്കന്മാരുണ്ട്? 1000 പ്രതികൾ. എന്റെ പാർട്ടിക്കാരും ഈ കേസിൽ ഇതുവരെയും പ്രതിയായിട്ടില്ല. ഒരു മോഷണ കേസിൽ ഞാൻ പ്രതിയല്ല. ഒരു കൊലക്കേസിൽ ഞാൻ പ്രതിയല്ല. പിന്നെ എന്താണ് എന്റെ പുറകേറ്റ നിർബന്ധം? പലരും ചോദിച്ചു PC മാത്രം എന്തായത്? ഇനി എന്റെ ചോദ്യം അതാണ്, എന്നോട് മാത്രം എന്തായത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചാനലുകാരുടെ അപേക്ഷ നിങ്ങൾ സ്വന്തം സൗകര്യമുണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ റബ്ബർ വെട്ടിക്കളയാൻ പാടില്ല. എന്താ കാര്യം? റബ്ബറോട് കൃഷിക്കാൻ പോക്കാം, ജീവിക്കാൻ പറ്റില്ല, വേറെ കൃഷി ചെയ്യാൻ പാടില്ല. അന്ന് തുടങ്ങിയ മനോരമ എന്നെ മുഖത്ത് ആ മനോരമ ചാനല് പറയും, ഞാൻ മനോരമ ചാനല് കാണരുതെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ കോഴിക്കോട്ട് മനോരമ പത്രം വായിക്കാൻ കിട്ടുക. പിന്നെ നിങ്ങളുടെ ദോഷം സാറ് എടുത്ത് പറയാം, തങ്ങളായിട്ട് ഞാൻ പറയാം എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എഴുതിക്കും. ആ മനോരമയുടെയും മാനേജ്മെന്റ് ഉടമകളിൽ 50% മുകളിൽ മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് പോയത് കൊണ്ടാണ് ഈ മുസ്ലിം നടക്കുന്നത്. അത് നിങ്ങൾക്ക് പറയുന്നത് ഞാൻ പറയുന്നില്ല, ഈ സ്റ്റേജിലിരിക്കുന്നവർ പറയുന്നില്ല, ഞാൻ പറയാം. മനസ്സിലായില്ലേ? 2 കല്യാണം, ഒരു പാകിസ്ഥാൻകാരി ഉൾപ്പെടെ 2 കല്യാണം. അപ്പോഴേ മനോരമ മുസ്ലിമായി. അത് മുസ്ലിമായിരിക്കും നമ്മുടെ മുഖത്തോട് കാരണം വിരോധം.
ഏഷ്യാനെറ്റിനോട് അപേക്ഷയുണ്ട് അതിന്റെ ഉടമയോട്. ഞാൻ നിങ്ങളെ ജനലല്ല കഴിയുന്നത്, ഏഷ്യാനോട് സ്നേഹത്തോട് പറയുന്നു. എന്നെ ഒരു വാർത്ത ഇടാമോ എന്ന് ചോദിച്ച് നിങ്ങളുടെ ആരുടെ പുറകെ ഞാൻ വന്നിട്ടില്ല. ഞാൻ എന്റെ ജനങ്ങളോടൊപ്പം ജീവിച്ച് പിന്തുണ മേടിച്ച് ജീവിക്കുന്നതാണ്. അപ്പൊ ഏഷ്യാനെറ്റുകാരനൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കമന്ററിയിൽ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ കൊള്ളാവുന്നവരെ വെക്കണം, ആണ്ടകടം കൊണ്ട് കൂട്ടു നിൽക്കുന്ന കക്ഷികളൊക്കെ കൊണ്ട് നടക്കണം. മനസ്സിലായി? പേര് പറയുന്നില്ല. എന്താ പറയുന്നത്? എനിക്ക് ചിരി ഒന്ന് കേട്ടപ്പോ ഇത് ഞാൻ തന്നെയാണ്. ഞാൻ ഇത്രയും ഞാൻ ചെയ്തു. എനിക്കൊരു സംശയം, ആ പെണ്ണുങ്ങളൊക്കെ എന്ത് പറ്റി? ഏഷ്യാനെറ്റിന്റെ ഉടമകളെ ചർച്ച ചെയ്യണം. മനസ്സിലായി? ഇതിനകത്തെല്ലാം മുസ്ലിം ഭീകരവാദികളല്ല. ന്യൂസ് 24 അതിനകത്തുണ്ട് ഒരാള് SDP-യുടെ ആക്റ്റീവ് വർക്കറാണ്. അവൻ മാതൃഭൂമിന്ന് ചാടി ഇപ്പൊ അവർക്ക് ചെയ്തത് അറിയാമോ? കട അവരുടെ ഭർത്താവ് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനിതൊക്കെ പറയുന്ന പ്രശ്നം PCO എല്ലാം നേര് പറയുന്നില്ല. പിന്നെ ഇവിടെ നുണ പറയും. ഇപ്പൊ ഞാൻ വന്നപ്പം കുറച്ച് പിള്ളേര് മലയാള വരാത്ത പിള്ളേര് പ്രകടനമായിട്ട് എത്ര പേരുണ്ടായിരുന്നു? 15 താഴെ. അത് ആരുടെ പിള്ളേര്? കാലന്റായതിന്റെ പിള്ളേര്. കാലന്റായതിന് ഉള്ളത് പേദം ഒരു കമ്മ്യൂണിസ്റ്റിലാണ്. ആ കാലന്റായത്തിനൊരു അഭ്യർത്ഥനയുണ്ട്, ഈ പിള്ളേരെ ഇങ്ങനെ കയറൂരി വിടരുത്, മര്യാദ. നിങ്ങൾക്ക് അഴിമതിക്കെതിരെ നിങ്ങൾ ശബ്ദിക്കും, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരെ പ്രവർത്തിക്കും. ഞാനിത് ഒന്നും കൂട്ടുന്നവനല്ലല്ലോ. എന്റെ പേരിൽ ചാനലുകാരെല്ലാം പറയുന്ന ആരോപണം എന്താ? അവിടെ മാറി ഇവിടെ മാറി, പിന്നെ മാറാവുന്ന എന്താ ചെയ്യണം? നീ മനസ്സിലായില്ല. LDFോടൊപ്പം നിന്നു ആ എന്നെ VS പച്ചക്കാരനാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പുറത്താക്കി. ഞാൻ തന്നെ കൊടുത്തില്ലെന്ന് ഞാൻ എന്തെങ്കിലും കഴിക്കും. VS കേൾക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? VSനെ ചീത്ത പറഞ്ഞ ഇതൊരു ചാനൽ പറഞ്ഞില്ല. അയാൾ വൃത്തിയോട് നിങ്ങൾ പറഞ്ഞേക്കാം, നോണ പറയാം. അതിന് ഉമ്മൻചാണ്ടിയുടെ മുന്നണിയിലായിരുന്നു. ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട മുന്നിൽ ചേർന്നയാളാണ്. നിയമസഭയിൽ വെച്ച് കാര്യം പറഞ്ഞ അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം CVP-ന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി ഗവൺമെന്റ് അഭിപ്രായം ഞാൻ പറഞ്ഞ് വിരുദ്ധമായി പറഞ്ഞു. അത് മറ്റ് മന്ത്രിമാരോട് ഞാൻ ആലോചിച്ച് പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്ന് അദ്ദേഹം അടിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഒന്ന് കൊച്ചാക്കാൻ ചെയ്ത ഞാൻ എന്തൊരു രാജിക്കെതിരെ കൈ കൊടുത്തിട്ടു. ഞാൻ പിരിഞ്ഞിട്ടു. നമുക്കെന്നാണ് ഞാൻ ഈ സ്ഥാനത്തോടെ കഞ്ഞു കിടക്കുന്നവരെല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അല്ലാതെ കാര്യം മാറിപ്പോയതൊന്നുമല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ലേ മത്സരിച്ചത്. 30,000 28,000 കൊണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ലേ? പൂജാരികൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒരു വർഗീയവാദിയാക്കി. ഏതായാലും ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ, കേരളയിൽ ഉൾപ്പെടെ, ഓരത്തോട് ഉൾപ്പെടെ, പാറത്തോടുൾപ്പെടെ, മുണ്ടക്കൈ ഉൾപ്പെടെ മേഖലയിൽ, കൂട്ടിക്കുൾപ്പെടെ മേഖലയിൽ മുസ്ലിം വികാരം ഉണ്ടാക്കി വൃത്തികെട്ട പ്രവർത്തനം നടത്തി ഒരു വോട്ട് പോലും എനിക്ക് ഒരു വിരോധം. ഞാൻ പറഞ്ഞു നിങ്ങൾ വോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എന്നെ ഒന്ന് തോൽപ്പിച്ചു. ഒരു സന്തോഷം. ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇനി രാഷ്ട്രീയത്തിൽ ഒന്നും മത്സരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ വെല്ലുവിളിക്കുന്നെങ്കിൽ ഒന്ന് നോക്കണം എന്നും ആഗ്രഹമാണ്. ഞാൻ 80 MLA ആകാൻ തയ്യാറുള്ള ഓടി രക്ഷപ്പെട്ടവരാണ്. അടിച്ചു നിർത്തുകയാണ്. 96 എന്നെ പിടിച്ചുകൊണ്ട് നിർത്തി. ഞാൻ നിർത്തിപ്പോയത്. ഇപ്പോഴും മിണ്ടാതെ ഒരു വർഷം ഞാൻ പോയതാണ്. അപ്പം എന്നെ വിട്ടുചേരാ എന്ന് നിർബന്ധമാണെങ്കിൽ ചാകുന്നവരെ ഈ പൊതുപ്രവർത്തകരുടെ തുടരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ശക്തമായി തന്നെ പോകാൻ നിർബന്ധമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റു വിശാംശങ്ങളിൽ ഒത്തിരിയേറെ പ്രാസംഗിക ഞാൻ വലിയതായി പ്രസംഗിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്, അവരോടൊക്കെ എനിക്ക് നന്ദിയാണ്. എല്ലാവരും കൂടി കൊടുക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതുപോലൊരു കുഴ പറഞ്ഞ പാർട്ടിയാണ്. ഞാൻ തെറ്റിലേക്ക് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇന്നലെ ചാനലിൽ പറഞ്ഞ് എന്നെ പറയുന്നത് തെറിയുണ്ട്. അവൻ എന്നെ തെറി പറയാൻ കാരണം
അവൻ കോഴിക്കോട് ഒരു പെണ്ണ് കേസിൽ വീട് അകത്തായി. ആളുകളെല്ലാം കൂടെ കൂടത്തിൽ കൂടി എന്നെ വിളിച്ചു. കോൺഗ്രസ്സുകാർ ഞാൻ നമ്മുടെ പ്രവർത്തകരെ അയച്ച് അയാളുടെ വീടിന് പുറകെ കൂടെ എടുത്ത് രക്ഷിച്ചവരാ. അപ്പൊ അവൻ എന്നെ ചെറുപ്പത്തിൽ ഒക്കും. എന്നെ ചെറുപ്പം അല്ല ഒക്കുക. ഒന്ന് ആലോചിച്ച് അടുത്ത സതീശൻ മുതലാളി ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു സ്വീകരണം പോലും വാങ്ങാൻ കഴിയാത്ത അയാളാണ് എന്നെ മര്യാദ പഠിപ്പിക്കുന്നത്. രമേശയുടെ പുറകെ ഇരുന്ന് മടിയടിച്ച് പോയതാണ്. അവിടെ കാണ്ടി ഇരുന്ന് ഏതാണ് നമ്മുടെ കച്ചൽപ്പൂപ്പ് കളിച്ച് ഒരു പ്രതിപക്ഷ നേതാവ്. ഇത്ര പൊളിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് വേണമെന്നുണ്ടോ? കാരണം പിണറായി വിജയൻ പറയുന്നതാണ് സതീശ് ചെയ്യുന്നത്. പിന്നെ എന്നാ പ്രതിപക്ഷം വന്നത്? ഇവിടെ ഏത് കാര്യം എടുത്തോളൂ, ഇടതുപക്ഷവും UDF ഒന്നായിരിക്കും. കാലം മാത്രമാണ് പലപ്പോഴും വിമർശിക്കുന്നത്. അതാണ് ഇവിടെ ഒരു സംശയം വേണ്ട. ഇവിടെ ഇടതുപക്ഷവും UDF ഒന്നാണ്. CPM കോൺഗ്രസ് ഒന്നാണ്. പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ്. കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി തീരുമാനമാണ് CPM-മായി ഒന്നിച്ചു പോകണമെന്നാണ്. അതിന് നിങ്ങൾ ഒന്നിച്ചു പോയപ്പോൾ എന്റെ മുഖത്ത് ഒന്ന് കയറണോ? അത് എന്റെ മുഖത്താണ്, എനിക്ക് മനസ്സിലായി. അതിന്റെ കളിയുടെ ഭാഗം എന്റെ മുഖത്തോട്ടുള്ള കയറ്റം. ഏതായാലും നന്നായി വരട്ടെ, എനിക്ക് ഒരു വിരോധവും ഇല്ല. നമുക്ക് കാണാം, ഗോതായി കാണാം എന്ന് മാത്രം പറയും.